നമസ്കാരം. കപ്പൽ വന്നു, ഗേറ്റ് തുറന്നു. ഇനി നമ്മുടെ ഊഴമാണ്. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. വർഷങ്ങൾ പറയേണ്ട ദീർഘനാളായിട്ടുള്ള നമ്മുടെ സ്ഥിരമായ ഉത്സാഹം, സ്ഥിരമായ സമ്മർദ്ദത്തിൻ്റെ ഒടുവിൽ കണ്ടെയ്നറുകൾ പുറത്തോട്ട് വന്നില്ലെങ്കിലും അകത്തോട്ട് പോയി. ഇനി പുറത്തോട്ട് വരും. ഇനിയുള്ള ദിവസങ്ങളിൽ അതൊക്കെ നമുക്ക് കാണാം. പക്ഷേ ആ സമയത്ത് നമ്മൾ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ, ജനങ്ങൾ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ ബോധപൂർവമായ പരിശ്രമം നടത്തണം. എനിക്ക് ഇന്നലെ മുംബൈയിൽ നിന്ന് ഒരാൾ കോണ്ടാക്ട് ചെയ്തു. എക്സ്പോർട്ടിംഗ് ആണ്. മുംബൈയിൽ നിന്നും UAE അങ്ങോട്ട് എടുക്കാം, അവിടെ നിന്ന് ഇങ്ങോട്ടും വരാം. രണ്ടിടത്തും ബിസിനസ് ചെയ്യുന്ന ഒരാൾ നമ്മുടെ തുറമുഖം ഉപയോഗപ്പെടുത്താൻ കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് അയച്ചു. എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ പലരും ചോദിച്ചു എവിടെ നിന്ന് വരാനാണ് അന്വേഷണം. ഇപ്പോൾ മുംബൈയിൽ നിന്ന് തന്നെ വന്നു. മുംബൈയിൽ ഒന്നാം തരം പോർട്ട് ഇരിക്കുമ്പോൾ അവർ നമ്മളോട് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ എന്താണെന്ന്. അത് ഇത്തരം ആളുകളെ പരമാവധി പേരെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ അതൊരു ബിസിനസ്സാണ്, ഒരു അവസരമാണ്. അതിനുള്ള പരിശ്രമം എന്നെ ശ്രവിക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ളവരോടൊക്കെ പറയണം. അങ്ങനെ ഇന്ത്യയിലുള്ള എക്സ്പോർട്ടേഴ്സ്, ഇന്ത്യയിലുള്ള ഇമ്പോർട്ടേഴ്സ്, അല്ലെങ്കിൽ വിദേശത്തിരുന്നുകൊണ്ട് ഇന്ത്യയിൽ എക്സ്പോർട്ട് ചെയ്യുന്നവർ, അല്ലെങ്കിൽ വിദേശത്തിരുന്നുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നവർ, അങ്ങനെ ഉള്ള ആളുകളെയൊക്കെ കണ്ടുപിടിച്ചാൽ നമുക്കൊരു അവസരം അതിലൂടെ കൈവരും. അതിന് പുറമെ ഇപ്പോൾ ഒരു CFS തുടങ്ങാൻ 3-4 ഏക്കർ വാടകയ്ക്ക് വേണം. വാങ്ങാനല്ല, വാടകയ്ക്ക് 3-4 ഏക്കർ സ്ഥലം വേണം. അങ്ങനെ പ്രായോഗികമായി നമ്മുടെ ഈ പരിസരം ഉപയോഗപ്പെടുത്താൻ പല ആളുകളും ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് വരും. 3-4 ഏക്കറൊന്നും വേണ്ട. ഒരു 30 സെന്റോ 40 സെന്റോ പോട്ടെ, 10 സെന്റോ ഒക്കെയുള്ള ആളുകൾക്ക് പോലും തുറമുഖത്തിൻ്റെ അവസരങ്ങൾ, സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കഴിയും. അതിന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൃത്യമായും അച്ചടിച്ച് തരുന്ന ഒരു ന്യൂസ് ലെറ്റർ ഉണ്ട്. ഇത്തരം അവസരങ്ങൾ ഇനി അതിലായിരിക്കും കൂടുതൽ. കാരണം എനിക്കിതെല്ലാം ഓർമ്മയിൽ നിന്ന് എടുത്തു പറയാൻ പറ്റുന്നില്ല. ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അത്തരം വിവരങ്ങൾ കിട്ടുകയും അത്തരം കോണ്ടാക്റ്റുകൾ കിട്ടുകയും അത്തരം ആളുകളെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കഴിവിനനുസരിച്ച് വളരാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഗേറ്റ് തുറന്നതിലൂടെ നമുക്ക് കിട്ടുന്ന അവസരം. ഇവിടെ ഒരു 3-4 കപ്പലുകളുടെ കഥ കൂടി ഈ സമയത്ത് അറിഞ്ഞു പോയാൽ എന്താണ് നമ്മുടെ തുറമുഖത്തിന് വന്നിരിക്കുന്ന ഒരു ട്രാൻസിഷൻ. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ 756 ട്രാൻസിഷൻ എന്താണെന്ന്. MSC പലക് എന്ന് പറയുന്ന ഒരു കപ്പൽ, പലക്കാണോ പാലക്കാണോ, അങ്ങനെ ഒരു കപ്പൽ ഇപ്പോൾ ബർത്തിലുണ്ട്. MSC റെൻ 5 എന്ന് പറയുന്ന കപ്പൽ ഇവിടുന്ന് ഒരു 2 ദിവസം മുമ്പ് ഇവിടുന്ന് അൺബർത്ത് ചെയ്ത് പോയതാണ്. പക്ഷെ കപ്പൽ പോയില്ല, നമ്മുടെ പുറംകടലിൽ തന്നെ ഉണ്ടായിരുന്നു. ഗൾഫിന്റെ അനിശ്ചിതാവസ്ഥ, മിഡിൽ ഈസ്റ്റിന്റെ അനിശ്ചിതാവസ്ഥയിൽ നമ്മുടെ തുറമുഖം ദുബായിയുടെ ട്രാൻസ്ഷിപ്മെന്റ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങോട്ടേക്കുള്ള ചരക്കിന് വേണ്ടിയാണ് ഈ റെൻ 5 ഇവിടെ കാത്തു കിടന്നത്. എന്തിനാണ്? MSC പലാക് എന്ന് പറയുന്ന കപ്പൽ എവിടെ നിന്ന് വരുന്നു? പെട്ടെന്ന് നോക്കുമ്പോൾ വാൽവിസ് ബേ, നമീബിയ, പടിഞ്ഞാറൻ ആഫ്രിക്കയുടെ വാൽവിസ് ബേയിൽ നിന്നാണ് വന്നതെന്ന് നമുക്ക് തോന്നാം, കരിയോക്ക സർവീസ്. പക്ഷെ യഥാർത്ഥത്തിൽ വന്നിരിക്കുന്ന ബ്രസീലിൽ നിന്നാണ്. റിയോ ഡി ജനേറോ, അവിടെ നിന്ന് തുടങ്ങി വാൽവിസ് ബേയിൽ വന്ന് അവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ വന്നു. അതിനു മുമ്പ് MSC മൗറ കോർഫക്കാനിലോട്ട് പോയി. ഇവിടെ നിന്ന് കണ്ടെയ്നർ കൊണ്ട് കോർഫക്കാനിലോട്ട് പോയി. കോർഫക്കാനാണ് ഇപ്പോൾ ഫീഡർ, ഗൾഫിനെ മുഴുവൻ ഫീഡ് ചെയ്യുന്നത്, കോർഫക്കാനും ഫുജേറയും. അപ്പോൾ മൗറ പോയി. അതിൻ്റെ പിന്നാലെ GFS ജെയ്ഡ് പോയിട്ടുണ്ട്, കോർഫക്കാനിലോട്ട് പോയി. ഇപ്പോൾ MSC റെൻ, അത് പാലക്കിൽ വന്ന സാധനങ്ങൾ കൂടി ഞാൻ മനസ്സിലാക്കിയത് ബിക്കോസ് സം വെരി ഇമ്പോർട്ടൻറ്റ് ഷിപ്മെന്റ്സ് വിച്ച് അറൈവ്ഡ് ഇൻ MSC പലക് നീഡ്സ് ടു കണക്ട് MSC റെൻ 5. MSC റെന്നിൽ തന്നെ മിഡിൽ ഈസ്റ്റിലോട്ട്, ദുബായിലോട്ട്, അല്ലെങ്കിൽ മറ്റു രാജ്യം, അവിടെയുള്ള എല്ലാ രാജ്യങ്ങളിലേക്കുമുള്ള കാർഗോ എത്രയാണ്? 170ഓളം 40 ഫീറ്റ്, 147 40 ഫീറ്റ് റീഫർ കണ്ടെയ്നർ ഈ റെന്നിലോട്ട് കയറ്റാനുണ്ട്. അതുകൊണ്ട് റെന്നിലോട്ടല്ല, ജെയ്ഡിലോട്ട്, GFS ജെയ്ഡിലോട്ട് കയറ്റി ഇനിയുള്ളത് റെന്നിലോട്ട് ബാക്കി കയറ്റുകയാണ്.
അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്താണ് ഇത്രയധികം റീഫർ 147 റീഫർ എന്തുകൊണ്ട് വന്നു എന്നുള്ള അന്വേഷണത്തിലോട്ട് പോകുമ്പോഴാണ് കപ്പൽ പുറപ്പെട്ട റിയോ ഡി ജനേറ നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാനും ഇടയ്ക്ക് ദുബായിൽ വളരെ പണ്ട് ദുബായിൽ പോകുമ്പോൾ ഞാൻ ഈ മോളുകളിൽ പോകുമ്പോൾ മിക്കവാറും കണ്ടിട്ടുള്ളത് കോഴിയിറച്ചി വന്നിരിക്കുന്നത് ബ്രസീലിൽ നിന്നാണ്. അങ്ങനെ ബ്രസീലിൽ നിന്ന് പല സാധനങ്ങൾ വരുന്നു എന്നുള്ളത് അന്വേഷിക്കുമ്പോൾ പഠിക്കുമ്പോൾ പോൾട്രി മീറ്റ്, ബീഫ്, ഷുഗർ, കോൺ, സോയാബീൻസ്, കോഫി, cereals and grains. Agri-business makes up about 74.85% of total exports to Arab countries. ബ്രസീലിന്റെ കയറ്റുമതിയുടെ 74.85% അഗ്രി ബിസിനസ്സാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര ദൂരമുണ്ട്. ഏകദേശം ഒരു 9,000 നോട്ടിക്കൽ മൈൽ അകലെയാണ് ബ്രസീൽ. 8,000 9,000 സൗത്ത് ആഫ്രിക്ക ചുറ്റി പോവുകയാണെങ്കിൽ അത്ര അകലെ നിന്ന് ബ്രസീലിൽ നിന്ന് കപ്പൽ വന്ന് മിഡിൽ ഈസ്റ്റിൽ വ്യാപാരം നടത്തുന്നു. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ നാണയം ബ്രസീലിയൻ റിയൽ എന്നാണ് പറയുന്നത്. ബ്രസീലിയൻ റിയൽ അവരുടെ ഒരു നാണയം എന്ന് പറയുന്നത് ഒരു രൂപ, അവരുടെ ഒരു രൂപ എന്ന് പറയുന്നത് നമ്മുടെ 18.48 രൂപയാണ്. അപ്പോൾ നമുക്ക് വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. ആ മാർക്കറ്റ് ബ്രസീലിയൻ കോമ്പറ്റീറ്ററുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഇത്തരം സപ്ലൈസ് എന്തൊക്കെയാണ് സാധനങ്ങൾ? ബീഫ്, പോൾട്രി, ഷുഗർ, കോൺ, സോയാബീൻസ്, കോഫി, സെറീൽസ് ആൻഡ് ഗ്രെയിൻസ്. ഇതൊന്നും കേരളത്തിലില്ലെങ്കിൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുത്തി മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന മാർക്കറ്റിലേക്ക് നമുക്ക് അയക്കാം. എന്താണ്? ബ്രസീലിയൻ നാണയവുമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല അവസരങ്ങൾ നമ്മുടെ തുറമുഖം ഇന്ന് നമുക്ക് തരികയാണ്. പുറംകടലിൽ കാത്തു കിടന്ന് വീണ്ടും ബർത്ത് ചെയ്ത് 2 പ്രാവശ്യമാണ് റൺവേ, ഒരു പ്രാവശ്യം വന്ന് തിരിച്ചുപോയി വീണ്ടും ബർത്ത് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പ്രസന്റേഷൻ എടുക്കുമ്പോൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ദുബായ് അല്ലെങ്കിൽ അബുദാബി ഈ പോർട്ടുകളിൽ നടന്നുകൊണ്ടിരുന്ന ട്രാൻസ്ഷിപ്മെന്റ് പ്രവർത്തനം വളരെ പെട്ടെന്ന് നമ്മുടെ തുറമുഖത്ത് വന്നിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അത് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തുവാൻ അത് സംബന്ധിച്ച് കിട്ടുന്ന വിവരങ്ങൾ മുഴുവൻ മനസ്സിലാക്കണം എന്നാണ് സെയിലിംഗ് കമ്മിറ്റിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് റോഡ് തുറക്കാത്തതിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതിനെ കുറിച്ചൊക്കെ പ്രതികരിക്കുന്നുണ്ട്. നമ്മൾ ഇനി അത്തരം വിഷയങ്ങളിലോട്ടൊന്നും നമ്മുടെ ശ്രദ്ധ പോകരുത്. നമ്മുടെ ശ്രദ്ധ എന്തായാലും ഗേറ്റ് തുറന്ന ഗവൺമെന്റിനെ അഭിനന്ദിക്കണം. കാരണം മെയ് 18 അവർ അധികാരത്തിൽ വന്നത്. ജൂൺ 18, ജൂലൈ 18, ഓഗസ്റ്റ് 12 3 മാസത്തിനുള്ളിൽ അവർ ഗേറ്റ് തുറന്നു. 10 വർഷം കിട്ടിയ LDF ഗവൺമെന്റ് തുറക്കാത്തവർ വീണ്ടും ന്യായീകരണ ഗുളികകൾ ഇറക്കുന്നുണ്ട്. അതിലോട്ടൊന്നും നമ്മൾ ചെവി കൊടുക്കാതെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കുള്ള 5 സെന്റ് 10 സെന്റ് ഭൂമിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെല്ലാം ഒരു റോഡ് കണക്ടിവിറ്റി വളരെ പ്രധാനമാണ്. അങ്ങനെയുള്ള സാധ്യതകളിലോട്ട് നമ്മുടെ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇവിടെ 2 കണ്ടെയ്നറുകളാണ് ഉദ്ഘാടനത്തിന് വേണ്ടി കൊണ്ടുവന്ന. രണ്ടാമത്തെ 40 ഫീറ്റ് കണ്ടെയ്നർ പോകുന്നത് ഇസ്താൻബുൾ ആണെന്ന് സെയിലിംഗ് കമ്മിറ്റി പറഞ്ഞിരുന്നു. ഇസ്താൻബുൾ, പക്ഷേ തീയതിയും ഡേറ്റും ഒന്നും അറിയാത്തത് കൊണ്ട് ഞാൻ അന്ന് പറഞ്ഞില്ല. രണ്ടാമത്തെ കണ്ടെയ്നർ 40 ഫീറ്റ് കണ്ടെയ്നർ പോകുന്നത് ജിയോ തൗറോ, ഇറ്റലിയിലെ ജിയോ തൗറയിലാണ്. ട്രാൻസ്ഷിപ്മെന്റ് ഉണ്ട് അവിടെ. ജിയോ തൗറ കഴിഞ്ഞിട്ട് പിന്നെ ഇസ്താൻബുൾ. എടുക്കുന്നത് വെറും 41 ദിവസമാണ്. ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഉൾപ്പെടെ TRV ഇസ്താൻബുളിന് വേണ്ടി വരുന്നത് 41 ദിവസമാണ്. 80 90 കാലം കഴിഞ്ഞു. ആ വിവരമാണ് നമുക്കിപ്പോൾ അവരുടെ കണ്ടെയ്നർ ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതേ സമയത്ത് നമ്മുടെ പൈലറ്റ് അക്ഷയ് ഒരു കണ്ടെയ്നർ അയച്ചു തന്നു. ഡർബൻ എറണാകുളത്തോട്ട് വന്ന എറണാകുളത്ത് വെച്ചാണ് അക്ഷയ് ഷൂട്ട് ചെയ്തത്. 35 ദിവസമാണ്. ഡർബൻ എന്ന് നമ്മുടെ ഇവിടെ 10 ദിവസം കൊണ്ട്, എനിക്ക് തോന്നുന്നു MSC വാഷിങ്ടൺ ആണെന്ന് ഇവിടുന്ന് പോയത്. ഡർബൻ 10 ദിവസം, ഇതെടുത്തിരിക്കുന്നത് 35 ദിവസം. അപ്പൊ ഇനി അതാണെന്ന് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. കാലതാമസത്തിന്റെ ഉടയോന്മാരാണ് നമ്മുടെ ചുറ്റിലുമുള്ള പോർട്ടുകൾ എന്നിരിക്കെ നമ്മൾ ഇനി എക്സ്പോർട്ടേഴ്സും ഇമ്പോർട്ടേഴ്സും മാനുഫാക്ചറേഴ്സും പുതിയ മാനുഫാക്ചററോട് പറയുക, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉൽപ്പാദിപ്പിക്കുക, നമുക്ക് ലോകം മുഴുവൻ എത്തിക്കാൻ പരിശ്രമിക്കാം. അങ്ങനെ ഇവിടുന്ന് നമ്മൾ കാർഗോ കൂടുതൽ ജനറേറ്റ് ചെയ്താൽ മാത്രമേ
MSC കൂടുതൽ സർവീസുകൾ തുടങ്ങുള്ളൂ. MSC മാത്രമല്ല, എല്ലാവരും നോക്കുന്ന, എല്ലാ കപ്പൽ കമ്പനികളും നോക്കുന്ന ഇവിടെ നിന്ന് ഗേറ്റ് വേ കാർഗോ ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കണ്ടെയ്നർ കയറ്റണം, പരമാവധി കണ്ടെയ്നറുകൾ നിറയ്ക്കണം. ഇപ്പൊ തന്നെ എന്നോട് ചൈനയിൽ നിന്ന് ഒരു കണ്ടെയ്നർ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരാൾ പറഞ്ഞു ഇറക്കാൻ പറ്റുന്നില്ല, പഴയതുപോലെ തന്നെ പോകുന്നു. ഞാൻ പറഞ്ഞു CFS വരുന്ന മുറയ്ക്ക് അത്തരം കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് CFSന്റെ പ്രവർത്തനം, ICDയുടെ പ്രവർത്തനം, ഇപ്പോൾ തൂത്തുക്കുടിയിൽ ഒരു ICD കേന്ദ്രീകരിച്ച് കണ്ടെയ്നർ കൊണ്ടുപോയി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് വളരെ ഗൗരവമായി ചർച്ച നടക്കുന്നുവെന്നാണ് തൂത്തുക്കുടിയിൽ നിന്നുള്ള റിപ്പോർട്ട്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ഇത്തരം കാര്യങ്ങൾ പുരോഗമിക്കും. അതിന്റെ പ്രയോജനമെടുക്കാൻ നമ്മൾ ഓരോരുത്തരും, എന്നെ ശ്രവിക്കുന്നവരും ശ്രവിക്കാത്തവരും അതിനുവേണ്ടിയുള്ള പരിശ്രമം തുടങ്ങണം എന്നാണ് സെയിലിംഗ് കമന്ററി അഭ്യർത്ഥിക്കുന്നത്.